നമസ്കാരം. ഞാൻ ഡോക്ടർ ദിവ്യമോൾ കെ ശശിധരൻ. ഞാൻ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ജെറിയാട്രിക്സ് വിഭാഗത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ്. ജെറിയാട്രിക്സ് എന്ന് പറയുമ്പോൾ പ്രായമായവരുടെ സ്പെഷ്യാലിറ്റിയാണ്. അതായത് 60 വയസ്സിന് മുകളിലോട്ടുള്ള ആൾക്കാരിലുള്ള മെഡിക്കൽ പ്രശ്നങ്ങൾ, ഷുഗർ, പ്രഷർ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ഒരു സ്പെഷ്യാലിറ്റിയാണ് ജെറിയാട്രിക്സ്. പീഡിയാട്രിക്സ് പിള്ളേരെ നോക്കുന്നത് പോലെ തന്നെ 60 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കുള്ള സ്പെഷ്യാലിറ്റി ജെറിയാട്രിക്സ്. അപ്പം ഇന്ന് നമുക്ക് പ്രായമായവർക്ക് വീട്ടിൽ കരുതാവുന്ന കുറച്ച് ഇക്വിപ്മെന്റ്സിനെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇന്നത്തെ കാലത്ത് പല ഇക്വിപ്മെന്റ്സും ഓട്ടോമേറ്റഡ് ആണ്. അപ്പം മെഡിക്കൽ ഇക്വിപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് BP നോക്കാനായിട്ട് BP മോണിറ്റർ ഉണ്ട്, ഷുഗർ നോക്കാനായിട്ട് ഗ്ലൂക്കോമീറ്റർ ഉണ്ട്, പനി ഉണ്ടോ എന്നുള്ളത് നോക്കാനായിട്ട് തെർമോമീറ്റർ ഉണ്ട്. അത് കൂടാതെ തന്നെ നമുക്ക് നെബുലൈസർ, പിന്നെ സക്ഷൻ അപ്പാരറ്റസ്, അങ്ങനെയൊക്കെ പല പല മെഡിക്കൽ അപ്പാരറ്റസ് ഇന്നത്തെ കാലത്ത് വിപണിയിൽ ഉണ്ട്. അപ്പം ഇതെല്ലാം നമുക്കിപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ കിടപ്പായിട്ടുള്ള ഒരു രോഗി വീട്ടിലുണ്ടെങ്കിൽ അവരെയൊക്കെ ഒത്തിരി സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇതിൽ മിക്ക ഉപകരണങ്ങളും. കിടപ്പായിട്ടുള്ള രോഗികളില്ലെങ്കിൽ പോലും ഈ സാധാരണ ഗ്ലൂക്കോമീറ്റർ, BP അപ്പാരറ്റസ്, തെർമോമീറ്റർ എന്നിവ വളരെ വളരെ മസ്റ്റായിട്ടൊരു വീട്ടിൽ ഉണ്ടാകേണ്ട സാധനങ്ങളാണ് ഇന്നത്തെ കാലത്ത്. 60 വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് ഈ ഷുഗർ, പ്രഷർ ഒക്കെ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന രോഗങ്ങളാണ്. അതിൽ ഷുഗർ ഉള്ള ഒരാൾക്ക് ഇപ്പം റെഗുലറായിട്ട് നമ്മൾ ഷുഗർ മോണിറ്റർ ചെയ്യുമ്പം ആ ഷുഗറിൻ്റെ കൺട്രോൾ കുറച്ചുകൂടി നന്നായിട്ട് നമ്മൾ നോക്കും. അതേസമയം നമ്മളിപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു 3 മാസം കൂടുമ്പോഴൊക്കെയാണ് ഷുഗർ നോക്കുന്നതെങ്കിൽ നമ്മൾ ആ ഷുഗർ നോക്കുന്നതിൻ്റെ ആ ഒരു സമയത്തായിരിക്കും ഏറ്റവും കൺട്രോൾ. ബാക്കി സമയത്ത് പലപ്പോഴും നമ്മൾ ആ ഒരു കൺട്രോൾ വിട്ടു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പം മറവി രോഗം അല്ലെങ്കിൽ കറക്റ്റായിട്ട് ആഹാരമൊക്കെ കഴിപ്പിക്കാനായിട്ടും ഒക്കെ ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിലാണെങ്കിലും ഈ ഗ്ലൂക്കോമീറ്റർ പോലത്തെ സാധനങ്ങൾ നമ്മൾ വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം അവർ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ അപ്പോഴത്തെ ഒരു ഷുഗർ നോക്കിയിട്ടുള്ള രീതിയിൽ ഇൻസുലിനോ മരുന്നോ ഒക്കെ കൊടുക്കാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇപ്പം ഒത്തിരി അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഷുഗറുള്ള പേഷ്യൻസിനാണെങ്കിൽ നമ്മൾ ഈ ഗ്ലൂക്കോമീറ്റർ വീട്ടിൽ വെക്കുന്നത് കൊണ്ട് നമുക്ക് പല തവണയായിട്ട് പല ദിവസങ്ങളിൽ വീട്ടിൽ തന്നെ സൗകര്യമായിട്ട് ഷുഗർ നോക്കാം. അപ്പം അങ്ങനെ നോക്കിയിട്ട് ആ ഒരു ചാർട്ടുമായിട്ട് ഡോക്ടറിനെ കാണുകയാണെങ്കിൽ ഡോക്ടർക്ക് കുറച്ചുകൂടി നന്നായിട്ട് നിങ്ങളുടെ ഇൻസുലിനോ മരുന്നുകളോ അഡ്ജസ്റ്റ് ചെയ്ത് തരാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പം BP നോക്കാനായിട്ട് BP അപ്പാരറ്റസ് വളരെ സുലഭമാണ് മാർക്കറ്റിൽ. BP അപ്പാരറ്റസ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ചിലർക്ക് നമ്മൾ ആശുപത്രി ചെല്ലുമ്പോഴത്തേക്കും ഒരു ഭയമാണ്, ഇത് കൺട്രോൾ ആയിരിക്കുമോ, അല്ലെങ്കിൽ ഇന്ന് എനിക്ക് എന്തെങ്കിലും പുതിയ അസുഖങ്ങൾ കിട്ടുമോ എന്നൊക്കെയുള്ള ആ ഒരു പേടി കൊണ്ട് ആശുപത്രി ചെല്ലുമ്പം ചിലർക്ക് BP സാധാരണയിലും കുറച്ച് കൂടി നിൽക്കാൻ സാഹചര്യങ്ങളുണ്ട്. അപ്പം അതിനെ നമ്മൾ വൈറ്റ് കോളർ ഹൈപ്പർ ടെൻഷൻ എന്നാണ് പറയുന്നത്. അപ്പം ഈ ഒരു അവസ്ഥ നമുക്ക് വീട്ടിൽ നോക്കുമ്പോൾ ഉണ്ടാകത്തില്ല. കാരണം നമ്മൾ ജനറലായിട്ടൊന്ന് നോക്കുകയാണ്, നമ്മൾ കുറച്ച് റിലാക്സ്ഡ് ആണ്. പ്ലസ് നമുക്ക് പല ദിവസത്തെ പല തവണയായിട്ട് നമുക്ക് നോക്കാം. ഞാൻ രാവിലെ വേണമെങ്കിൽ നോക്കാം, ഉച്ചകഴിഞ്ഞ് നോക്കാം, വൈകുന്നേരങ്ങളിൽ നോക്കാം, നമുക്ക് എപ്പോൾ വേണമെങ്കിലും BP നോക്കാം വീട്ടിൽ ഈ അപ്പാരറ്റസ് ഉണ്ടെങ്കിൽ. BP അപ്പാരറ്റസ് നമുക്ക് അങ്ങനെ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലും BP സാധാരണ ലെവലിൽ കൂടുതലായിട്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സഹായിക്കും. അപ്പം 80 വയസ്സിന് താഴെ പ്രായമുള്ള ഒരാൾക്ക് മാക്സിമം BP ആകാവുന്നത് ഒരു 140-90 അപ്പം ഇപ്പം BP ഇല്ലാത്ത ഒരാൾ പലപ്പോഴായിട്ട് BP നോക്കുന്നു, എപ്പോഴും ഒരു 150-90 അല്ലെങ്കിൽ അതിലും കൂടുതൽ ചിലപ്പോൾ 170-90 വീട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അടുത്തുള്ള ഹോസ്പിറ്റലിൽ ചെന്ന് BP നോക്കണം. ആൻഡ് BP കൂടുതൽ തന്നെയാണെങ്കിൽ എന്തായാലും മരുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം അതല്ല, ഇപ്പം നമുക്ക് BP ഉണ്ട്, BPയുടെ മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷെ എന്താ ഇപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുമ്പോൾ BP വളരെ കുറവാണ്, ഇപ്പം 100 താഴോട്ട് പോകുന്നു, അല്ലെങ്കിൽ 110 താഴോട്ട് പോകുന്നു, അത് കാരണം നിങ്ങൾക്ക് ചെറിയൊരു തലകറക്കം പോലെ തോന്നുന്നു, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും
നിങ്ങൾക്കതങ്ങനെ വീട്ടിൽ ഇടയ്ക്ക് നോക്കുമ്പോഴത്തേക്കും അത് നിങ്ങൾക്ക് അലാംഡ് ആകാനായിട്ടും ഡോക്ടറോട് ചെന്ന് അതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് പറയാനായിട്ടും പറ്റും. അങ്ങനെയാണെങ്കിൽ ചില സാഹചര്യങ്ങളിൽ മരുന്നുകൾ നമുക്ക് കുറയ്ക്കാനായിട്ടും പറ്റും. അതുപോലെ തന്നെ ഇപ്പം ഈ BP നോക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഇന്നത്തെ കാലത്ത് പല കളർ കോഡിൽ വരെ BP അപ്പാരറ്റസ് ഉണ്ട്. അപ്പം എന്നാൽ ഇപ്പം ഒത്തിരി കൂടുതലാണെങ്കിൽ റെഡ് ലൈറ്റ് വരും, അതല്ലെങ്കിൽ വലിയ ഒരു മീഡിയം റേഞ്ചിലാണെങ്കിൽ ഓറഞ്ച് ലൈറ്റ്, അല്ലെങ്കിൽ വളരെ കൺട്രോൾ ആണെങ്കിൽ ഗ്രീൻ ലൈറ്റ് വരെ. അങ്ങനത്തെ BP അപ്പാരറ്റസും ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആണ്. ഇത് കൂടാതെ തന്നെ ഈ BP മോണിറ്ററിങ് നമ്മൾ കറക്റ്റായിട്ട്, BP ഒരിക്കലും ഒരാളുടെ ഫുൾ ടൈം ഒരേ BP ആയിരിക്കത്തില്ല. ഇപ്പൊ രാവിലെ നോക്കുന്ന BP ആകത്തില്ല ഉച്ചകഴിഞ്ഞ് നോക്കുന്ന BP ആയിരിക്കത്തില്ല രാത്രിയിൽ. നമ്മൾ രാവിലെ നന്നായിട്ടൊന്ന് ഉറങ്ങി എഴുന്നേറ്റ് രാവിലെ നോക്കുമ്പോഴായിരിക്കും നമ്മുടെ ഏറ്റവും കുറവായിട്ടുള്ള BP. പിന്നെ നമ്മൾ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പം BP മാറും. അതാണ് നോർമൽ രീതി. അപ്പൊ അങ്ങനെ മാറുമ്പോഴത്തേക്കും നമ്മളിപ്പം വീട്ടിലാവുമ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും നോക്കാം എന്നുള്ളൊരു സൗകര്യം വീട്ടിൽ ഒരു BP അപ്പാരറ്റസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. എന്ന് വെച്ച് ഒത്തിരി എപ്പോഴും നോക്കി ഒത്തിരി ആൻഷ്യസ് ആകേണ്ട ആവശ്യവും ഇല്ല. അതും പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ഇടയ്ക്കും പുഴയ്ക്കും ഒക്കെ ആയിട്ടൊന്ന് ആഴ്ചയിലൊരിക്കലോ 2 ആഴ്ചയിലൊരിക്കലോ ഒക്കെ ആയാലും നോക്കിയാൽ മതി. പക്ഷെ വീട്ടിലൊരെണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു തലകറക്കം വന്നു, ഉടനെ ഒന്ന് BP നോക്കാം, ഷുഗർ നോക്കാം, എന്തെങ്കിലും അതിൻ്റെ ആണോ പ്രശ്നം എന്നുള്ളത് അറിയാം. അല്ലാതെ നമ്മൾ ഊഹിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഒത്തിരി കാട് കയറി ചിന്തിക്കാനും എന്തായിരിക്കും ഏതായിരിക്കും എന്നൊക്കെ വിചാരിച്ച് കൂടുതൽ വറീഡാകാനായിട്ടും ഒക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ഇപ്പം ഈ BP അപ്പാരറ്റസ് എന്ന് പറയുമ്പോൾ തന്നെ ഇതെല്ലാം ഡിജിറ്റൽ BP അപ്പാരറ്റസ് ആണ്. അതുകൊണ്ട് തന്നെ അത് ജസ്റ്റ് കയ്യിലോട്ട് കെട്ടുക, ഒരു ബട്ടൺ അമർത്തുക, അത്രയും മാത്രമേ നമുക്ക് ചെയ്യേണ്ടി വരുന്നുള്ളൂ. ഇതിനു വേണ്ടി ഒരു നഴ്സോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോ ഒരു സ്റ്റെത്തോസ്കോപ്പോ അങ്ങനെ ഒന്നും തന്നെ ഇപ്പം വീട്ടിൽ BP മോണിറ്റർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ആവശ്യം വരുന്നില്ല. അപ്പം അതുകൊണ്ട് ഇങ്ങനത്തെ അപ്പാരറ്റസ് വളരെ വളരെ ഉപയോഗപ്രദമായിരിക്കും പ്രായമായവരുള്ള ഒരു വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നത്. ഇനി വേറൊരു കാര്യം പറയാനായിട്ടുള്ളത് നെബുലൈസേഴ്സ് പോലത്തെ അപ്പാരറ്റസിനെ പറ്റിയാണ്. നെബുലൈസേഴ്സ് സാധാരണ ഇപ്പം ഒരു ചെസ്റ്റ് ഇൻഫെക്ഷൻ ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള പേഷ്യൻസ്, അതല്ലെങ്കിൽ ഇപ്പം മറവി രോഗം അല്ലെങ്കിൽ ഡിമെൻഷ്യ പോലത്തെ അസുഖങ്ങളുള്ള പേഷ്യൻസിന് കറക്റ്റായിട്ട് ഇൻഹേലർ ഒന്നും എടുക്കാനായിട്ട് പറ്റാത്ത രോഗികൾക്കും ഒക്കെ ആയിട്ട് നെബുലൈസർ വളരെ ഉപയോഗപ്രദമാണ്. അതുപോലെ ആസ്മ പോലത്തെ ഈ ശ്വാസമുട്ടലൊക്കെ പെട്ടെന്ന് കൂടുന്ന ഒരവസ്ഥയിൽ നമുക്ക് കറക്റ്റായിട്ട് ഇൻഹേലർ വലിക്കാനായിട്ട് പറ്റിയെന്നിരിക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നെബുലൈസർ വീട്ടിലുണ്ടെങ്കിൽ, എസ്പെഷ്യലി ഇങ്ങനെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ അടിക്കടിക്ക് വരുന്ന പേഷ്യൻസിന് നെബുലൈസർ വീട്ടിലുള്ളത് വളരെ ഉപയോഗപ്രദമാണ്. അത് കൊണ്ട് ഇങ്ങനത്തെ ഒരു അറ്റാക്ക് പെട്ടെന്ന് വരുമ്പോഴാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ആ മരുന്നെടുത്ത് വലിച്ച് ഒന്ന് ശാന്തമായിട്ട് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നോക്കാനായിട്ട് ആശുപത്രിയിലോട്ട് പോകാൻ പറ്റും. അപ്പം അത് നമുക്ക് ആ ഒരു ഇമ്മീഡിയറ്റ് റിലീഫ് തരാനായിട്ടും നെബുലൈസർ നമ്മളെ സഹായിക്കുന്നതാണ്. അതുപോലെ ചില പേഷ്യൻസ്, ഇപ്പം പാലിയേറ്റീവ് കെയറിലുള്ള പേഷ്യൻസൊക്കെ ഹോം കെയർ ഉപയോഗിക്കുമ്പോഴത്തേക്ക് വീട്ടിൽ തന്നെ നമുക്ക് ഈ കെയർ കൊടുക്കാനായിട്ടും ഇങ്ങനത്തെ അപ്പാരറ്റസ്, അതായത് നെബുലൈസറും ഒക്കെ വീട്ടിലുള്ളത് വളരെ ഉപയോഗപ്രദമായിരിക്കും. എസ്പെഷ്യലി കാരണം ഈ കിടപ്പായിട്ടുള്ള രോഗികളെ, എസ്പെഷ്യലി പാലിയേറ്റീവ് കെയറിലൊക്കെ ഉള്ള പേഷ്യൻസ്, പാർക്കിൻസൺസ് ഉള്ള പേഷ്യൻസിനൊക്കെ ഇടയ്ക്കിടെ ചെസ്റ്റ് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ളതും. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് നമുക്ക് മരുന്ന് ടാബ്ലറ്റായിട്ടോ ഗുളികയായിട്ടോ കൊടുക്കുന്നതിലും കുറച്ചുകൂടി ഇഫക്റ്റീവാണ് നെബുലൈസറിൽ കൊടുത്ത് അത് ഡയറക്റ്റ് ശ്വാസകോശത്തിൽ ചെന്ന് ഇഫക്റ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഉള്ള പേഷ്യൻസ് ഉള്ളവർക്ക് നെബുലൈസറും വീട്ടിലുള്ളത് വളരെ വളരെ ഉപയോഗപ്രദമായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നന്ദി, നമസ്കാരം.